മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഐ എം സോറി. പെട്ടെന്ന് കണ്ടപ്പോണ്ട എക്സൈറ്റ്മെന്റിൽ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഒന്നും അറിയാത്ത പോലെ നിന്നറിഞ്ഞത് ഇത്തിരി കട്ടിയായി പോയി കേട്ടോ. വേറൊരു സിസ്റ്ററിനോട് ചോദിച്ചപ്പോ പേര് വന്ദനയാണെന്ന് പറഞ്ഞു. ഒരു പരിഷ്കാരത്തിന് വേണ്ടി അങ്ങനെ മാറ്റിയതാവും അല്ലേ? നമ്മൾ കുട്ടിക്കാലത്ത് അടുപ്പക്കാരാണെന്ന് അറിഞ്ഞാൽ ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ല. ആശ്വാസായി. സ്വപ്നത്തെ വിചാരിച്ചാണോ എത്രയോ വർഷങ്ങൾക്ക് ശേഷം എത്രയോ 1000 മൈലുകൾക്ക് ഇപ്പുറത്തുള്ള ലോകത്ത് വെച്ച് നമ്മൾ കണ്ടുമുട്ടുമെന്ന്? ഇനി പറയും മാളു, വാണിവിലാസം സ്കൂളിൽ പഠിച്ച ആ ഇത്തിരി പോന്ന മാളു എങ്ങനെയൊക്കെയാണ് ഇവിടം വരെ എത്തിപ്പെട്ടെന്ന്? ഞാൻ ഡ്യൂട്ടിയിലാണെന്നറിയില്ലേ? ഡ്യൂട്ടിയിലല്ലാതെ നമുക്കെങ്ങനെ സംസാരിക്കാൻ പറ്റും? എന്നെ പുറത്തു വിടില്ലല്ലോ. മാത്രമല്ല ലാസ്റ്റ് ട്രെയിനിന് ടിക്കറ്റ് എടുത്ത് നിൽക്കുകയല്ലേ. വണ്ടി ഏത് നിമിഷവും വരും. ആ വണ്ടി വരുന്നതിന് മുമ്പ് ദൈവം എനിക്ക് തന്നൊരു കൺസെഷനാണ് മാളു. ഇനി എനിക്ക് ഹാപ്പി ആയിട്ട് യാത്ര ചെയ്യാം. ഇനി ഞാൻ പോയിക്കോട്ടെ. ടേക്ക് കെയർ. ഓക്കെ. ആക്ച്വലി നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പ്രണയിക്കുന്നത് നമ്മളെ തന്നെയല്ലേ? എനിക്കറിയില്ലല്ലോ മോളെ. അല്ല, സാമിനെ പ്രണയിച്ചപ്പോ അങ്ങനെയായിരുന്നോ? അങ്ങനെ ആയിരുന്നിരിക്കണം. എന്നെ സ്നേഹിച്ചവനെ ഞാനും സ്നേഹിച്ചതല്ലേ. വന്ദന ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? നേരം കിട്ടണ്ടേ? വേണമെങ്കിൽ ഈ വാർഡിൽ തന്നെ ഒരു പ്രണയം മുട്ടിടാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. ഈ ഓടിലോ? അവിടെ റോബി. മൂപ്പർക്ക് കുട്ടിക്കാലത്തെ ഏതോ ഓർമ്മയിലെ മാളുവാ ഞാനും എതിർക്കാൻ പോയില്ല. ഒന്നിച്ച് സ്കൂളിൽ പോയതും കൊളത്തി നീന്തിയതും എല്ലാം പറഞ്ഞു. ഇതൊക്കെ ഇവിടെ പതിവാ. ഈയിടെ മരിച്ചുപോയൊരു വെല്ലുമ്മയ്ക്ക് ഞാനവരുടെ കൊച്ചുമോളായിരുന്നു. മാഡി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, മരിക്കാൻ പോകുന്ന പേഷ്യൻസിന് മുമ്പിൽ അവരാഗ്രഹിക്കുന്ന വേഷം കെട്ടണമെന്ന്. പാവം 1-2 ആഴ്ചയുള്ളൂ. അതുവരെ ഒരു ബാല്യകാല സഖിയുടെ വേഷം. What do you mean? In 1 or 2 weeks? Rachel! Nurse! Nurse! Rachel! Rachel! Oh, she's on the floor. Help me. Got a foot. Good. Get gently does it. Got her out. Okay, good. Okay, got to get her out the hood. Got it? I'll put you out. That's fine. ഇതിപ്പോ നേരി റോബി എന്നെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്തു അല്ലേ? സത്യം പറ, നിങ്ങൾ മനുഷ്യ സ്ത്രീയാണോ അതോ എന്റെ തോന്നലാണോ? ഏത് അഡ്മിനിസ്ട്രേഷനിലാണ് നിങ്ങൾ? ഇങ്ങനെ ഒരാളില്ലെന്ന് ഡോക്ടർ തറപ്പിച്ച് പറഞ്ഞല്ലോ. ഓ, അയാൾ അങ്ങനെ പലതും പറയും. റോബി തന്നെയല്ലേ പറഞ്ഞത് അയാളെ നോർമൽ അല്ലെന്ന്? മാത്രമല്ല, ഞാൻ അയാളുടെ പേഷ്യൻസിനെ കാണുന്നത് അയാൾക്ക് ഇഷ്ടവുമല്ല. കാരണം ഞാൻ അയാളുടെ പേഷ്യൻസിനെ ഭയപ്പെടുത്തുമെന്ന് അയാളുടെ പേടി. ഉണ്ടോ? റോബിക്ക് എന്ത് പേടിയുണ്ടോ? പേടിയോ? എനിക്കോ? അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിസിനസ്സിലേക്ക് വരാം. കണ്ണും മൂക്കും ഒക്കെ ചുമ്മാ വല്ലവനും സംഭാവനയായിട്ട് കൊടുക്കാനുള്ളതാണോ? ഇതൊക്കെ ഞാൻ നല്ലതുപോലെ അധ്വാനിച്ച് കാശുണ്ടാക്കി ചില്ലി ചിക്കനും മസാല ദോശയൊക്കെ കഴിച്ച് പോഷിപ്പിച്ചെടുത്ത സംഗതികളാ. അത് ഇന്നലെ കയറി വന്ന ഏതോ ഒരു രാധാദേവിക്ക് ചുമ്മാതെ കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. മനസ്സിലായോ? റോബി, ഇതൊരു പുണ്യകർമ്മല്ലേ? ആണെങ്കിൽ നിങ്ങളുടെ കൈയും കാലും വെട്ടി വല്ലവർക്കും കൊടുക്ക്. ഞാനേ $42,000 കടക്കാരനാ. അതെനിക്ക് വിടണം. അല്ല, ഞാൻ പറയുന്നത്... അതെനിക്ക് മനസ്സിലായി. അതുപോലെ ഞാൻ പറയുന്നത് അങ്ങോട്ട് മനസ്സിലാക്കണം. റോബി, ഇക്കാര്യത്തിൽ ഞങ്ങൾ ആരെയും നിർബന്ധിക്കാറില്ല.
റോബിയുടെ മനസ്സ് മാറിയാൽ വിളിച്ചാ മതി. ഞാൻ താഴെ ഓഫീസിലുണ്ടാവും. ജസ്റ്റ് മിനിറ്റ്, എനിക്കൊന്ന് ആലോചിക്കണം. ഓർഗൻസ്, ഡൊണേഷൻസ്, എനിക്കൊരു സമയം വേണം. ജസ്റ്റ് 2 minutes. പോലെ ഇതാ വരുന്നു. Nurse, nurse, hey nurse, what kind of a hospital is this? Nurse, it's a dying man calling for a nurse. Nurse, oh, there you are. You know what? Like other people, you look great when you just wake up. Hey, come on, I want to show you something. What? Listen, I want to talk to you. Come on, you remember that lady who wanted to borrow me kidneys? What? Yeah, she's in my room. Come on, I'll show you. Hey, look, she's... Who? Radha, What time is it? really bad time. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് ഞാൻ മാളൂനുണ്ടാക്കിയതാ. ഓ താങ്ക് യു. ഇവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് മടുത്തിരിക്കുമല്ലേ? ദാ കുറച്ച് കഞ്ഞിയും പയറുവാ ഞാനുണ്ടാക്കിയതാ. കഞ്ഞിയും പയറുവോ? ആ പയറ്. ഓ സോറി. ഇതൊക്കെ ഇഷ്ടമാണോ? അങ്ങനെ ചോദിക്കരുത്. എനിക്ക് വേണ്ടി മാളൂന് ഇത് ഉണ്ടായിക്കൊണ്ടിരാൻ തോന്നിയല്ലോ, എനിക്കത് മതി. വല്ലാത്തൊരു നൊസ്റ്റാൾജിയാ ഈ കഞ്ഞിയും പയറും. ഈ ഓർമ്മകൾ എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാനാവാത്തതാ. ചിലപ്പോ നമ്മളെ അത് ചിരിപ്പിക്കും, ചിലപ്പോ വല്ലാതെ കരയിക്കും. ഇന്ന് നമ്മളീ ഒന്നിച്ചിരിക്കുന്നതും നാളെ ഒരു ഓർമ്മയായി മാറും. ഞാൻ മരിക്കില്ലായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ വല്ലപ്പോഴും ഒക്കെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു, അല്ലേ? കഴിക്കൂ. വാർഡിൽ വെച്ച് പറയാൻ പറ്റാത്ത രഹസ്യം എന്താണ്? രഹസ്യമല്ല ഡോക്ടർ, ചില സംശയങ്ങളാ. മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റിക്കൂടെ? അമേരിക്ക പോലെ ഒരു രാജ്യത്ത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത രോഗം എന്നൊക്കെ പറഞ്ഞാ ചികിത്സിച്ച് ഭേദമാക്കാമായിരുന്നു, പക്ഷേ വളരെ വൈകിപ്പോയി. റോബിയുടെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. എന്ന് വെച്ച് തന്നെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് ഞങ്ങളൊക്കെ കയ്യും കെട്ടി നോക്കിക്കാണെന്നാണോ വിചാരം? Come in, please. ഹായ് കാണാൻ. ഹായ് ഡോക്ടർ. ഹായ്. റോബി, എങ്ങനെയുണ്ട് നിനക്ക്? വല്ല പെയിനോ മറ്റോ? ഏയ് നോ. സത്യത്തിൽ ഞാൻ വന്നത് ഡോക്ടറോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാനാണ്. റോബിയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? കുറച്ച് ദിവസത്തേക്ക് ആണെങ്കിലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും അവൻ എൻ്റെ കൂടെ നിൽക്കട്ടെ. അത് വേണ്ട കണൽ. ഇവിടെ ഇപ്പം എനിക്ക് സമാധാനമുണ്ട്. പിന്നെ ഡോക്ടർ സമ്മതിക്കുകയാണെങ്കിൽ വല്ലപ്പോഴും ഒന്ന് പുറത്തു പോയിട്ട് വരാൻ. ഡോക്ടർ പേടിക്കണ്ട, ഇനി ഒരു ആത്മഹത്യാ ശ്രമത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഡോക്ടർ സമയം പറഞ്ഞാൽ ഞാൻ എൻ്റെ കാർ കൊടുത്തയക്കാം. റോബിയുടെ ഈ ചെറിയൊരാഗ്രഹം. ഡോക്ടർ, സിസ്റ്റർ വന്ദന എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അവരെ ഒപ്പം വിടുകയാണെങ്കിൽ. അതെ, അങ്ങനെ ആരെങ്കിലും ഇല്ലാതെ ഞാൻ തനിച്ചു വിടില്ല. പക്ഷേ
അധിക സമയത്തേക്കില്ല. വന്ദന എപ്പോൾ ഫ്രീ ആവുമെന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാം. താങ്ക് യു ഡോക്ടർ. താങ്ക്സ് കണ്ണൻ.